തരം താഴ്ത്തിയ മനുഷ്യരിലേക്കും ഒറ്റപ്പെടുത്തിയ ഇടങ്ങളിലേക്കും ഇനി ചെല്ലാൻ ഒരു അവസരം നമുക്ക് ഇല്ലാതിരിക്കട്ടെ. മനസാക്ഷിക്ക് നിരക്കാത്തതൊന്നും ചെയ്തിട്ടില്ല എന്ന് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ശത്രുതയും ആരോപണവും വിചാരണയും ഗൗനിക്കേണ്ടതില്ല. നമ്മളെ ആരെങ്കിലും വെട്ടിമാറ്റുമ്പോൾ ഒരിക്കലും അവർ മറ്റുള്ളവരോട് നമ്മുടെ മുഴുവൻ കഥയും പറയില്ല. നമ്മളെ മോശക്കാരാക്കുകയും അവരെ നല്ലവരാക്കുകയും ചെയ്യുന്ന ഭാഗം മാത്രമേ അവർ മറ്റുള്ളവരോട് പറയുകയുള്ളൂ. തനിയെ തുടങ്ങുന്ന യാത്രയാണ് ജീവിതം. വഴിയിൽ പലരും കൂടെ കൂടും. ചിലർ ചിരിപ്പിക്കും, ചിലർ കരയിപ്പിക്കും, ചിലർ സഹായിക്കും, ചിലർ പറ്റിക്കും. അവസാനം യാത്ര അവസാനിപ്പിക്കാൻ വീണ്ടും നമ്മൾ ഒറ്റയ്ക്കാവും. മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകളും വേദനകളും തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. അവരുടെ മനസ്സിലേൽക്കുന്ന മുറിവുകൾ തനിക്കായിരുന്നു എന്ന് എപ്പോഴെങ്കിലും ഓർത്തിരുന്നെങ്കിൽ അവിടെ മനുഷ്യത്വം ജനിക്കുന്നു. അപ്പോൾ ഒരാളെയും വാക്കുകൾ കൊണ്ടുപോലും നോവിക്കാൻ ഒരാൾക്കും സാധിക്കില്ല. എല്ലാത്തിനും കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കുന്നവർക്ക് ഒരിക്കലും മറ്റുള്ളവരുടെ നന്മകൾ കാണാൻ സാധിക്കില്ല. ഏതൊരു ബന്ധത്തിന്റെയും തുടക്കം ഒരുപാട് സംസാരിക്കാനുണ്ടാകും. പതിയെ വാക്കുകൾ പരിമിതമായി തുടങ്ങും. അവസാനം ഒന്നും സംസാരിക്കാനില്ലാതാകുമ്പോൾ ചോദിക്കുന്ന ഒരു വാക്കുണ്ട്, വേറെ എന്താണ്? പൂവിൽ മധുരമുണ്ടെന്ന് കരുതി കായ മധുരിക്കണമെന്നില്ല. ചില മനുഷ്യരും അങ്ങനെയാണ്. വാക്കുകൾ മധുരമെങ്കിലും പ്രവൃത്തികൾ കൈപ്പേറും. നമ്മുടെ മനസ്സിൽ നമ്മുടേതായ ശരികൾ ഉണ്ടാവും. അത് മറ്റുള്ളവർക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മുടെ അനുഭവം അവർക്കും ഉണ്ടാകണം. ഞാൻ മരിച്ചു കഴിഞ്ഞാലും ഇപ്പോൾ കാണിക്കുന്ന അവഗണനയും പരിഹാസങ്ങളും കുറ്റപ്പെടുത്തലുകളും തുടർന്നുകൊള്ളുക. ജീവിച്ചിരിക്കുമ്പോൾ കിട്ടാത്ത ഒരു പരിഗണനയും ജീവനില്ലാത്ത എനിക്ക് വേണ്ട. ഇഷ്ടമില്ലാത്തവർ പോവട്ടെ. നമ്മളെ മനസ്സിലാക്കി കൂടെ നിൽക്കുന്നവർ എന്നും ഉണ്ടാവും. നമ്മളെ വേണ്ടാത്തവരെ ഓർത്ത് ദുഃഖിക്കുന്നതിനു പകരം നമ്മുടെ കൂടെ ഉള്ളവരെ ചേർത്ത് പിടിച്ച് സന്തോഷിക്കുക. അവർ പറയുന്നതും ചെയ്യുന്നതും മാത്രമാണ് ശരിയെന്ന് കരുതുന്നവരുണ്ട്. അങ്ങനെയുള്ളവരോട് തർക്കിച്ചിട്ട് കാര്യമില്ല. കാരണം തങ്ങളാണ് ശരിയെന്ന് സ്ഥാപിക്കാൻ അവർ ഏതറ്റം വരെയും ന്യായീകരിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ അവസ്ഥ മറ്റുള്ളവർക്ക് തമാശയായിരിക്കും. അവരും ആ അവസ്ഥയിൽ എത്തുന്നതുവരെ. കടപ്പാടും കഷ്ടപ്പാടും തീർന്നിട്ട് ജീവിക്കാൻ ശ്രമിക്കരുത്. ജീവിക്കാൻ മറന്നുപോകും. നമുക്ക് സത്യാവസ്ഥ അറിയാവുന്ന ഒരു കാര്യത്തെപ്പറ്റി ചിലർ കള്ളം പറയുന്നത് കേട്ടിരിക്കാൻ ഒരു പ്രത്യേക സുഖമാണ്. മനസ്സിന് വിഷമം വരുമ്പോൾ ഒരിക്കലും മൗനമായിരിക്കരുത്. ആ മൗനം മുന്നോട്ടുള്ള ജീവിതത്തെ തളർത്തിക്കളയും. മറിച്ച് ഒരുപാട് സംസാരിച്ചും ചിരിച്ചും കളിച്ചും ആ വേദനകൾ മറികടക്കുക. അങ്ങനെയായാൽ പ്രതിസന്ധികളെ മറികടക്കാനുള്ള കരുത്ത് നമ്മളിൽ രൂപപ്പെടും. ആരോടും സ്വയം വിശദീകരിക്കരുത്. കാരണം നിങ്ങളെ വിശ്വസിക്കുന്ന വ്യക്തിക്ക് അതിൻ്റെ ആവശ്യമില്ല. നിങ്ങളെ ഇഷ്ടമാണെന്ന് അഭിനയിക്കുന്ന വ്യക്തിക്ക് അതൊരിക്കലും വിശ്വാസവുമാവില്ല. ജീവിതം ഒരു തമാശയാണ്. ഒന്നുമില്ലാതെ വരുന്നു, എല്ലാത്തിനും വേണ്ടി മത്സരിക്കുന്നു, അവസാനം ഒന്നുമില്ലാതെ തിരിച്ചു പോകുന്നു. കരഞ്ഞാൽ തോൽവി, ചിരിച്ചാൽ പരിഹാസം, മിണ്ടിയാൽ പരിഭവം. എവിടെയും മൗനമാണ് ഉത്തമം. നമ്മൾ പറയുന്ന സത്യത്തെക്കാൾ ഈ ലോകം വിശ്വസിക്കുന്നത് നമ്മളെക്കുറിച്ച് മറ്റൊരാൾ പറയുന്ന കള്ളത്തെയാണ്. അന്തസ്സുള്ളവർക്കേ അഭിമാനത്തിന്റെ വിലയറിയൂ. അത് ഇല്ലാത്തവർക്കാണ് അർഹതയുള്ളവരെ അംഗീകരിക്കാൻ മടി കാണിക്കുന്നത്. ചിരിക്കുന്നെങ്കിൽ സൂര്യനെ പോലെ ചിരിക്കണം. ഉള്ളിൽ തിളക്കുന്ന ചൂടാണെങ്കിലും ഒന്നും അറിയാതെ പോലെ വന്ന് വെളിച്ചം തരുന്ന സൂര്യനെ പോലെ ചിരിക്കണം. എന്തൊക്കെയുണ്ടെങ്കിലും മനസമാധാനം ഇല്ലെങ്കിൽ പിന്നെന്താണ് ജീവിതം? എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് എന്ന് ചിന്തിക്കുന്നിടത്തു നിന്നാണ് നമ്മളിൽ പുതിയൊരു ആത്മവിശ്വാസം ഉടലെടുക്കുന്നത്. സ്വന്തം സത്യത്തെ മുറുകെ പിടിക്കുന്നവർക്ക് 1000 ശത്രുക്കൾ ഉണ്ടാകും. മറ്റുള്ളവരുടെ നുണകൾക്കൊപ്പം സഞ്ചരിക്കുന്നവർക്ക് 1000 മിത്രങ്ങളും ഉണ്ടാകും. ഒരു പ്രാവശ്യം കണ്ടാൽ അത് സ്വപ്നം, 2 പ്രാവശ്യം കണ്ടാൽ അത് ആഗ്രഹം, പല പ്രാവശ്യം കണ്ടാൽ അത് ലക്ഷ്യം. ഞെട്ടറ്റു വീഴുന്ന പൂവിനെ ചവിട്ടി അരക്കുമ്പോൾ മുട്ടിട്ട പൂവും ഞെട്ടറ്റു വീഴുമെന്ന് ഓർക്കണം. ഒഴിവാക്കപ്പെടുമെന്നറിഞ്ഞിട്ടും അതിൻ്റെ രുചിയും മണവും നൽകുന്ന
കറിവേപ്പില നല്ലൊരു പാഠപുസ്തകമാണ്. ജീവിതത്തിൽ സന്തോഷമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അമിതമായി ആരെയും ആശ്രയിക്കരുത്. നമ്മുടെ ചിന്തകൾക്കും തീരുമാനങ്ങൾക്കുമൊപ്പം കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നില്ലെങ്കിൽ അവിടെ തോറ്റുപോയി എന്നല്ല, ശരിയായ സമയം എത്തിയിട്ടില്ല എന്ന് വിശ്വസിക്കാം. തോറ്റുപോകാം, ഒറ്റപ്പെടാം, എങ്കിലും ആരുടെ കാലും പിടിക്കരുത്, ആരുടെ മുൻപിലും തലകുനിക്കരുത്. സ്വയം തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാത്തവരും എടുത്ത തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാത്തവരുടെയും ജീവിതം ഒരുപക്ഷെ മറ്റുള്ളവർക്ക് തട്ടിക്കളിക്കാനുള്ള ഒരു ഉപകരണം പോലെയായിരിക്കും. സ്വയം മുന്നോട്ടു പോകുക, സ്വന്തമായി പ്രയത്നിക്കുക, ജീവിതം ആനന്ദകരമാക്കുക.